വന്ധ്യത അനുഭവിക്കുന്നവർക്ക് അവരുടെ ജീവിതചര്യയിൽ വരുത്തേണ്ട മാറ്റങ്ങളും അവരുടെ ഡയറ്റിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളും എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വന്ധ്യത അനുഭവിക്കുന്നവർക്ക് അവരുടെ വീട്ടിൽ തന്നെ അവരുടെ വെയിറ്റും ഹൈറ്റും ചെക്ക് ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് നോക്കാൻ പറ്റും. ബോഡി മാസ് ഇൻഡെക്സ് നോക്കി അത് നോർമൽ റേഞ്ചിലാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഇത് പലർക്കും അറിയാം, ബോഡി മാസ് ഇൻഡെക്സ് നോക്കണം, എൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള ഹൈറ്റ് നോക്കണം എന്നറിയാം. പക്ഷേ വന്ധ്യതയുടെ ഏറ്റവും വലിയ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടിലെ വണ്ണമാണ്. അതുകൊണ്ട് വേസ്റ്റ് സർക്കംഫറൻസ് വന്ധ്യത അനുഭവിക്കുന്നവർ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പുരുഷനും സ്ത്രീയും രണ്ടുപേരും അത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. വേസ്റ്റ് സർക്കംഫറൻസ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളതൊരു പേപ്പറിൽ എഴുതിയിട്ട് അത് കൂടുതലാണെങ്കിൽ അത് കുറയാനുള്ള എക്സസൈസസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അരക്കെട്ടിലെ വണ്ണം സ്ത്രീകൾക്ക് കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടും. പുരുഷൻ എന്താണ് സംഭവിക്കുന്നത്? അരക്കെട്ടിൻ്റെ വണ്ണം കൂടുമ്പോൾ അവരുടെ സ്ത്രീ ഹോർമോണിൻ്റെ അളവ് കൂടുകയും അതിനാൽ അത് വന്ധ്യതയിലോട്ട് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് ബോഡി മാസ് ഇൻഡെക്സ് നോക്കുകയും അരക്കെട്ടിൻ്റെ അളവെടുക്കുകയും അത് കുറയ്ക്കാനുള്ള എക്സസൈസസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വന്ധ്യത അനുഭവിക്കുന്നവർ അവരുടെ ജീവിതചര്യയെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായിരിക്കണം. അവർക്ക് ഉറക്കം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്നവർ പരിശോധിക്കണം. അതേപോലെ അവർക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് വരുന്നുണ്ടോ, സ്ട്രെസ്സ് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ അവർ സിഗരറ്റ് വലി, പുരുഷന്മാരാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ സിഗരറ്റ് വലി പൂർണ്ണമായും നിർത്തേണ്ടത് അത്യാവശ്യമാണ്. മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ മദ്യപാനവും കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം സിഗരറ്റ് വലിയും മദ്യപാനവും ഇത് രണ്ടും അണ്ഡത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ബീജത്തിൻ്റെ പ്രവർത്തനങ്ങളെയും കുറയ്ക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതേപോലെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ ഞാൻ എന്താണ് കഴിക്കേണ്ടത്, ഞാൻ എന്താണ് കഴിക്കേണ്ടാത്തത്? കഴിക്കേണ്ടാത്തതിനെ കുറിച്ച് ആദ്യം പറയാം. കഴിക്കേണ്ടാത്തത് പലപ്പോഴും നമ്മുടെ സോഡ അല്ലെങ്കിൽ പെപ്സി അങ്ങനെയുള്ള പാനീയങ്ങൾ മാക്സിമം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ വന്ധ്യത അനുഭവിക്കുന്നവർ എന്ത് കഴിക്കേണ്ട എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സുകൾ, ജങ്ക് ഫുഡ്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതേപോലെ സോഡ, പെപ്സി അങ്ങനെയുള്ള പാനീയങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഷുഗർ കണ്ടന്റ് കൂടിയ ജ്യൂസസ് കുടിക്കുന്നതും വളരെയധികം കുറയ്ക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബീഫോ ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വെളിയിലുള്ള ഫാസ്റ്റ് ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ നമുക്ക് വന്ധ്യത അനുഭവിക്കുന്നവർ കഴിക്കേണ്ടതായ ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് വാൽനട്ടുകൾ നല്ലതാണ്, അതേപോലെ അവക്കാഡോ നല്ലതാണ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ നല്ലതാണ്, അല്ലെങ്കിൽ ചീര അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ നല്ലതാണ്, കാഷ്യൂനട്ട്സ് വന്ധ്യതയ്ക്ക് വളരെ നല്ലതാണ്. അതേപോലെ ഗ്രീൻ ആപ്പിൾ, ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സ് അടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ നല്ലതാണ്. അതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അതിനകത്ത് നല്ലതായിട്ടുള്ള മീൻ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. സിങ്ക് കണ്ടൻറ്റുള്ള ഫുഡ് കൂടുതൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ അവരുടെ ഈ ജീവിതചര്യയും അവരുടെ ഫുഡ്സിലും ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെയും പേഷ്യൻസിന് റിസൾട്ട് ലഭിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതചര്യയിലും നിങ്ങളുടെ വണ്ണത്തിലും തൂക്കത്തിലും അരക്കെട്ടിൻ്റെ വണ്ണത്തിലും ഭക്ഷണക്രമത്തിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ബോധ്യമുള്ളവരായിരിക്കണം.